പാതിവിലയ്ക്ക് സ്കൂട്ടർ ലക്ഷങ്ങളും കോടികളുമാണ് മറഞ്ഞത്. വലിയ തോതിൽ ഈ അനന്തകൃഷ്ണൻ, അതുപോലെ ആനന്ദകുമാർ, അതുപോലെ നിരവധി പാർട്ടിയിലെ നേതാക്കൾ, കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലൊക്കെ പറയുന്നത് കേട്ടു, അദ്ദേഹത്തെയും ആരൊക്കെയോ സമീപിച്ചിരുന്നു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ നിരവധി കോൺഗ്രസിലെയും ബി ജെ പിയിലെയും മറ്റു പാർട്ടികളിലെയും ഒക്കെ തന്നെ ഒരുപാട് നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങളിൽ കാണുന്നില്ല. ദൃശ്യമാധ്യമങ്ങളിലും കാണുന്നില്ല, പത്രമാധ്യമങ്ങളിലും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ചില പോസ്റ്റുകളൊക്കെ കാണും. എന്താണ് ഇവിടെ സംഭവിച്ചത്? മാധ്യമങ്ങൾ ഈ പാതിവില തട്ടിപ്പ്, പാവങ്ങള് കടം വാങ്ങിയും ആഭരണം വിറ്റും ഇതിന് പണം കൊടുത്തവരുണ്ട്, സ്ഥലവും ഭൂമിയും പണയപ്പെടുത്തി ഇതിന് പണം കൊടുത്തവരുണ്ട്. പകുതി വിലയ്ക്ക് ഒരു വാഹനം കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അംഗീകാരമുള്ള ഏജൻസി എന്ന് വിശ്വസിപ്പിച്ച് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ ആരായാലും പണം കൊടുക്കും. അപ്പം ഈ പറ്റിക്കപ്പെട്ടവർ പരാതികൾ നൽകിയിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് പലപ്പോഴും അനന്തകൃഷ്ണനും ആനന്ദകുമാറും ഒക്കെ തന്നെ തൽക്കാലം അപ്രത്യക്ഷരായി. എന്താണ് കാര്യം? തീർച്ചയായിട്ടും നമ്മളത് പരിശോധിക്കണം, നമ്മളത് അന്വേഷിക്കണം. ഇതിന് പിന്നിൽ വൻ റാക്കറ്റ്, വൻകിട ഭീമന്മാർ, ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളവർ, ഉന്നത ഉദ്യോഗസ്ഥ സ്വാധീനമുള്ളവർ ഒളിഞ്ഞിരിക്കുന്നു. നമ്മളതാണ് ചോദിക്കുന്നത്.